ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തു, പക്ഷേ എന്നാൽ അതിൻ്റെ അകത്ത് മിസ് ഔട്ട് ആയി പോയൊരു സംഭവമാണ് ഗ്രാൻഡായിട്ടും നിയോസും ആയിട്ടുള്ള കമ്പാരിസൺ. പറഞ്ഞു വരുമ്പം ഈ വാഹനത്തിൻ്റെ ഒരു യഥാർത്ഥ റൈവൽ എന്ന് പറയാൻ പറ്റുന്ന ഈ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സ്വിഫ്റ്റ് എടുക്കാനുള്ള കുറച്ച് പോയിൻറ്സും അതുപോലെ ഗ്രാൻഡായിട്ടും നിയോസ് എടുക്കാനുള്ള കുറച്ച് പോയിൻറ്സും ആണ്. അതായത് ബേസിക്കലി ഒരു ചെറിയ കമ്പാരിസൺ വീഡിയോ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാണാം. സ്വിഫ്റ്റ് ആണല്ലോ ലേറ്റസ്റ്റ് മോഡൽ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്വിഫ്റ്റ് എടുക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, അതിൽ ആദ്യത്തെ സംഭവം ഡയമെൻഷൻസ് ആണ്. നമ്മളിപ്പം കമ്പയർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി മിക്ക ഡയമെൻഷൻസിൻ്റെ കേസിൽ ഗ്രാൻഡായിട്ട് നിയോസിനേക്കാൾ ഒരു ഇത്തിരി കൊണ്ട് മുന്നിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് ആണ്. ഇപ്പോൾ ലെങ്ത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 45 മില്ലിമീറ്റേഴ്സ് സ്വിഫ്റ്റിന് കൂടുതലാണ്. അതുപോലെ വിഡ്ത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 55 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ്. അത് വിഡ്ത്തിൻ്റെ കേസിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ആയിട്ട് പറയാം. പിന്നെ വീൽ ബേസ് രണ്ട് വണ്ടികളിലും സെയിം ആണ്, ഹൈറ്റും രണ്ട് വണ്ടികളിലും സെയിം ആണ്. പിന്നെ ബൂട്ട് സ്പേസും നിയർലി സെയിം ആണ്, പക്ഷേ സ്വിഫ്റ്റിൽ 5 ലിറ്റേഴ്സ് കൂടുതലുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി അഡീഷണൽ കിട്ടുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വിഫ്റ്റിൽ 9 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻ സിസ്റ്റം ആണ് കിട്ടുന്നത്. പക്ഷേ അതേസമയം ഗ്രാൻഡായിട്ട് നിയോസിൽ 8 ഇഞ്ചസിൻ്റെ ആണ് വരുന്നത്. അതായത് ഇത്തിരി സൈസ് കൂടുതലാണ് സ്വിഫ്റ്റിൽ വരുന്നതിൽ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐറ്റൻ നിയോസിൽ പക്ഷേ അത് വയർഡ് കണക്ടിവിറ്റിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആർക്കിമീസിൻ്റെ 6 സ്പീക്കർ സൗണ്ട് സിസ്റ്റം ആണ് കിട്ടുന്നത്. പക്ഷേ അതേസമയം ഗ്രാൻഡായിട്ട് നിയോസിൽ അങ്ങനെ ബ്രാൻഡഡ് സൗണ്ട് സിസ്റ്റം ഒന്നുമല്ല. പിന്നെ 4 സ്പീക്കേഴ്സേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് 6 സ്പീക്കർ സിസ്റ്റം ആണ്, അതായത് 4+2 ട്വീറ്റേഴ്സ്. ഇനി അടുത്തത് പറയാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ്. അതിപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും രണ്ടിലും ഓൾമോസ്റ്റ് സെയിം പോലെ അല്ലേ എന്ന്. പക്ഷേ ഗ്രാൻഡായിട്ട് നിയോസിൽ നമുക്ക് കളർ TFT ഡിസ്പ്ലേ അല്ല വരുന്നത്. എന്ന് വെച്ചാൽ നടുവിൽ വരുന്ന MID സ്ക്രീനില്ലേ, അത് മോണോക്രോം ഡിസ്പ്ലേ ആണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് നടുവിൽ കളർ TFT ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളേഴ്സിൽ റിച്ച് ആയിരിക്കും. പിന്നെ സ്വിഫ്റ്റിൽ നമുക്ക് താഴത്ത് ഫോഗ് ലാംപ്സ് അവൈലബിൾ ആണ്, LED ഫോഗ് ലാംപ്സ് ആണ്. പണ്ട് നിയോസിൽ പ്രൊജക്ടർ ഫോഗ് ലാംപ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അതവർ ഈ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ എടുത്ത് കളഞ്ഞു. അതുപോലെ നമുക്ക് സ്വിഫ്റ്റിൽ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. രണ്ട് വണ്ടികളും പ്രൊജക്ടറാണ്, പക്ഷേ സ്വിഫ്റ്റിൽ നമുക്ക് LED ആണ് കിട്ടുന്നത്. DRLs ഒക്കെ പിന്നെ രണ്ട് വണ്ടികളിലും ഉണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്ന ഒരു സംഭവം, ലെഫ്റ്റ് സൈഡിൽ ഈ വാഹനത്തിനകത്ത് റിക്വസ്റ്റ് സെൻസർ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നിയോസിൽ അവർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പാസഞ്ചർ സൈഡിൽ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടില്ല, ആകപ്പാടെ ഡ്രൈവർ സൈഡിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്ഗ്രേഡ് സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ്. നിയോസിൽ അവർ എത്രയൊക്കെ ഫേസ് ലിഫ്റ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും അതിൻ്റെ ഫ്രണ്ടിൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകൾ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും സ്വിഫ്റ്റിൻ്റെ കേസിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ബാക്കിൽ രണ്ട് വണ്ടികളും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി സ്വിഫ്റ്റിൻ്റെ അടുത്ത പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഈ വാഹനത്തിൻ്റെ മൈലേജ് ആണ്. ഒബ്വിയസ്ലി നമുക്കറിയാം അവർ 4 സിലിണ്ടർ എഞ്ചിനിൽ നിന്ന് 3 സിലിണ്ടർ എഞ്ചിൻ ആക്കി, അതുപോലെ എമിഷൻസ് കുറയ്ക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു. പുതിയ Z12V എന്ന് പറയുന്ന എഞ്ചിനാണ് വരുന്നത്. അത് അവർ മെയിനായിട്ട് മൈലേജ് കൂട്ടുക എന്ന് പറയുന്ന ആ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്ലെയിംഡ് മൈലേജ് ഫിഗേഴ്സ് നിയോസിൻ്റെ 4 അയലത്ത് പോലും അല്ല, കാരണം അത്രയും കൂടുതലാണ് നിൽക്കുന്നത്. 24.8 kmpയിലാണ് മാനുവൽ ക്ലെയിം ചെയ്യുന്നത്, ആൻഡ് 25.75 ആണ് ഓട്ടോമാറ്റിക്കിന് ക്ലെയിം ചെയ്യുന്നത്. നിയോസിൽ പക്ഷേ അവർ മാനുവൽ 18 അതുപോലെ ഓട്ടോമാറ്റിക്കലി 16 ആണ് ക്ലെയിം ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒട്ടും അടുത്തല്ല നമ്മളിപ്പോൾ മൈലേജ് ഫിഗേഴ്സ് മാത്രം നോക്കുകയാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ പോലും അത്യാവശ്യം ലോ ആൻഡ് മിഡ് റേഞ്ച് ഒക്കെ പെർഫോമൻസ് ഉള്ള ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് അവരിപ്പോൾ കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമുക്ക് K സീരീസ് എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പെർഫോമൻസ് ഒബ്വിയസ്ലി നിയോസിലും വളരെ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ശരിക്കും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. പക്ഷെ എന്നാലും അവർ ക്ലെയിം ചെയ്യുന്നതനുസരിച്ച് 10% പെർഫോമൻസ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പെർഫോമൻസ് ഒരുപാട് താഴേക്ക് പോകേണ്ട സാധ്യതയൊന്നും ഇവിടെ കാണാനില്ല. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. നിയോസ് ഒരു കാലത്ത് ഒരു സ്പോർട്ടിംഗ് ഹാൻഡ്ലിംഗ് ഉണ്ടായിരുന്ന വാഹനമല്ലായിരുന്നു. അതിൻ്റെ അകത്ത് അവർ ഈവൻ ദോ ഒരു 1 ലിറ്റർ ടർബോ പെട്രോളൊക്കെ ഇടയ്ക്ക് വെച്ച് കൊടുത്തായിരുന്നു. അതിപ്പോൾ ഇല്ല, അത് നിർത്തിപ്പോയി. പക്ഷേ അതുണ്ടായിരുന്ന സമയത്ത് പോലും ആ വാഹനം ലാക്ക് ചെയ്തിരുന്ന ഹാൻഡ്ലിങ്ങിൻ്റെ കേസിലാണ്. പക്ഷേ സ്വിഫ്റ്റിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. എക്കാലത്തെയും ഏത് മോഡൽ എടുത്താലും സ്വിഫ്റ്റ് അത്യാവശ്യം നല്ല ഹാൻഡ്ലിംഗ് ഉള്ള മോഡലാണ്. 3rd ജനറേഷൻ മാത്രമാണ് ഇത്തിരി ബാക്കിൽ നിന്ന്. പക്ഷേ എന്തായാലും 3rd ജെൻ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ഹാൻഡ്ലിങ്ങിൽ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ സസ്പെൻഷൻ സെറ്റപ്പിലും ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരുന്നു. ട്യൂണിങ്ങിലൊക്കെ ഇത്തിരി കൂടെ കോർണേഴ്സിലൊക്കെ സ്റ്റേബിൾ ആയിട്ടായിരിക്കും ഈ വാഹനം നിൽക്കുന്നത്. ആകപ്പാട് എനിക്ക് തോന്നിയത് അവർ ബലേനോയിലൊക്കെ കൊടുക്കുന്ന പോലെ 16 ഇഞ്ച് അലോയ്സും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഹാൻഡ്ലിംഗ് ഒരു ഇത്തിരി കൂടെ ബെറ്റർ ആയനെ. മാത്രമല്ല വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്കും അതിൽ നിന്ന് ഇമ്പ്രൂവ് ആയി കിട്ടിയാനെ. ഇപ്പം 15 ഇഞ്ചാണ് അവർ കൊടുക്കുന്നത്. അതൊരു പ്രശ്നമല്ല, കാരണം ഐറ്റൻ നിയോസിലും സെയിം 15 ഇഞ്ച് അലോയ്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ എന്നാൽ പോലും 16 ആയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു കാണുമ്പോൾ ഒരു എടുപ്പ് കിട്ടിയാനെ. പക്ഷേ എഗെയിൻ റൈറ്റ് ക്വാളിറ്റി ഒരു ഇത്തിരി മോശമാവും, അതായത് കുറച്ചുകൂടെ ഹാർഷാവും ടയർ സൈസ് കൂടുന്നതനുസരിച്ച്. അത്രേ ഉള്ളൂ. പിന്നെ നമുക്കൊരു പ്ലസ് പോയിന്റ് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ സ്പോർട്ടി ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നിയോസ് ഒരു ഇത്തിരി യൂറോപ്യൻ സ്റ്റൈലിൽ നിൽക്കുന്ന ലുക്കാണ്. സ്വിഫ്റ്റ് പക്ഷേ നമുക്ക് കുറച്ചുകൂടി സ്പോർട്ടി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ളൊരു ലുക്കാണ്. ഇത്രയൊക്കെയാണ് സ്വിഫ്റ്റിൻ്റെ പ്ലസ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്തതായി നിയോസ് എടുക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഡയമെൻഷൻസ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് മിക്ക ആസ്പെക്റ്റിലും സ്വിഫ്റ്റ് നമ്മുടെ നിയോസിനേക്കാൾ ഒരു ഇത്തിരി കൂടെ വലുതാണ് എന്നുള്ളത്. ഇനി നമ്മളവിടെ ഈ 50 മില്ലിമീറ്റേഴ്സ് 40 മില്ലിമീറ്റേഴ്സ് എന്നൊക്കെ വെച്ചുള്ള കണക്കാണ് പറഞ്ഞത്. അതിപ്പം
റിയൽ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ വളരെ വലിയ ഡിഫറൻസ് ഉണ്ടാക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു കമ്പാരിസണിൽ നമ്മളിപ്പം സെഗ്മെൻറ്റ് വൈസ് ഒക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ട് ആ ഒരു സൈസിൻ്റെ ചെറിയ വ്യത്യാസമുള്ളത് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഇനി സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഹ്യുണ്ടായുടെ വാഹനത്തിൽ ആദ്യമായിട്ടാണ് സുസുക്കിയുടെ കമ്പാരിസണിൽ ഫീച്ചേഴ്സ് കുറയുന്നത്. എനിവേ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. സ്വിഫ്റ്റിൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കൊടുത്തിട്ടില്ല. ബട്ട് അത് ഞാനൊരു പ്രശ്നമായിട്ട് പറയുന്നില്ല, കാരണം അത് ഇപ്പോഴത്തെ ജസ്റ്റ് ഒരു ട്രെൻഡാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറയാൻ വേണ്ടി പറയില്ല, അങ്ങനെ പറഞ്ഞെന്ന് മാത്രം. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന അവൈലബിൾ ആണ്. അതും സ്വിഫ്റ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു സംവിധാനമാണ്. എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇൻറ്റീരിയറിൽ അങ്ങനെ ഒരുപാടൊന്നും കൂടുതലില്ല. ഈ അടുത്ത് വന്നൊരു അപ്ഡേറ്റിൽ നിയോസിൻ്റെ ബാക്കിൽ അവർ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആസ്റ്റ മോഡൽ മാത്രമേ ഉള്ളൂ. സ്പോർട്സോ അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ വേരിയൻസോ എടുക്കുകയാണെങ്കിൽ കിട്ടില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ബാക്കിലെങ്കിലും 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട് എന്ന് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാം. പിന്നെ ബാക്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അത് സ്വിഫ്റ്റിലുണ്ട്. ഇതൊക്കെ ഈ ഒരു പുതിയ അപ്ഡേറ്റിലാണ് നിയോസിൽ വന്ന്, നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. ഇനി അടുത്ത പ്ലസ് പോയിന്റ് പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും അതുപോലെ ഇൻറ്റീരിയർ ക്വാളിറ്റിയാണ്. സ്വിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് വലിയ കുഴപ്പമില്ലാത്ത ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ കിട്ടുമെങ്കിലും ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും അതുപോലെ മൊത്തത്തിലുള്ള ക്വാളിറ്റി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ വാഹനം ഇതിൻ്റെ സെഗ്മെൻറ്റിലും ഒരു ഇത്തിരി കൂടെ മുകളിൽ നിൽക്കുന്ന സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളുടെ പോലെയാണ്. അതായത് ഏകദേശം i20 കിട്ടുന്ന ആ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് ഏകദേശം പ്ലാസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ ഈ വാഹനത്തിലും കിട്ടുന്നുണ്ട്. പക്ഷേ അതേസമയം സുസുക്കി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ആ ഒരു ആസ്പെക്റ്റിൽ ഒരു ഇത്തിരി താഴെ നിൽക്കുന്ന കമ്പനിയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കങ്ങനെ പ്രശ്നമുള്ള കേസൊന്നും അല്ല, ജസ്റ്റ് പറഞ്ഞു വരുമ്പോൾ പറയാം എന്ന് മാത്രം. ഇനി അടുത്ത നിയോസിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. ഇതിൻ്റെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പാണ് വരുന്നത്. അതുകൊണ്ടാണ് ഹാൻഡ്ലിങ്ങിൽ അത്ര നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എന്നാൽ സ്വിഫ്റ്റിൻ്റെ ഒരു ഇത്തിരി ഫേം ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര പ്ലഷി ആയിട്ടുള്ള അല്ലെങ്കിൽ കുഷ്നി ആയിട്ടുള്ള റൈഡൊന്നും ആയിരിക്കില്ല കിട്ടുന്നത്. ഈ വണ്ടിയിൽ വെച്ച് നമുക്ക് അത്യാവശ്യം നല്ല കുഷ്നി ആയിട്ടുള്ള റൈഡൊക്കെ കിട്ടും. ഹൈ സ്പീഡ്സിലേക്ക് പോകുമ്പോഴേക്കും അതത്ര ഫേവറബിൾ അല്ല എങ്കിൽ പോലും ലോ സ്പീഡ്സിൽ സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷൻസിലൊക്കെ അത്യാവശ്യം നല്ല സസ്പെൻഷൻ സെറ്റപ്പാണ് അവർ നിയോസിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പം ഇതൊരു പ്ലസ് പോയിന്റ് ആണോ എന്ന് ചോദിച്ചാൽ റിഫൈൻമെൻറ്റിൻ്റെ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് പറയും. കാരണം നമുക്ക് നിയോസിൽ ഇപ്പോഴും 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്, 1.2 ലിറ്റർ തന്നെയാണ്. നമുക്കിപ്പോൾ സ്വിഫ്റ്റിൽ അവർ 3 സിലിണ്ടർ ആക്കിയത് കൊണ്ടാണ് ഇതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. സ്വിഫ്റ്റിൽ എന്തായാലും 3 സിലിണ്ടർ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് NVH വന്നിരിക്കുന്ന വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ വണ്ടിയിൽ ഭയങ്കര ബട്ടർ സ്മൂത്ത് എഞ്ചിനാണ്. നമ്മൾ ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും ഒന്നും അറിയൊന്നുമില്ല, അത്രയും സൈലൻ്റ് ആണ്. ഇത് പണ്ട് നമ്മുടെ സ്വിഫ്റ്റിലെ K സീരീസ് എഞ്ചിൻ ഉണ്ടായിരുന്നപ്പോൾ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. എനിവേ അത് പോട്ടെ. ഇനി അടുത്ത ഒരു പ്ലസ് പോയിന്റ് നമ്മുടെ നിയോസിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റുന്ന അതിൻ്റെ അകത്ത് CNGയുടെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് അധിക കാലം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഒരു 1-2 മാസമൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വിഫ്റ്റിലും CNG വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇതിപ്പോൾ അവർ ജസ്റ്റ് ഒരു ജനറേഷൻ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇനീഷ്യലി തന്നെ CNG കൊടുക്കാണ്ടിരുന്നത്. പക്ഷേ ഓൾറെഡി സ്വിഫ്റ്റിൽ CNG ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പം തീർച്ചയായും ഒരുപാട് ലേറ്റ് ആവാണ്ട് തന്നെ ഒരു CNG ഇതിൻ്റെ അകത്ത് കൊടുത്തു തുടങ്ങും. ഇനി അടുത്ത മെയിൻ ഡിഫറൻസ് വരുന്നത് 2 വാഹനങ്ങളുടെയും പ്രൈസിങ്ങിലാണ്. രണ്ടും ഏകദേശം സെയിം സെഗ്മെൻറ്റിലാണ് വരുന്നതെങ്കിൽ പോലും പ്രൈസിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ബേസ് മോഡലിൽ തന്നെ നമുക്ക് ഏകദേശം 57,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഇനി ബാക്കി മോഡൽസൊക്കെ നമ്മളവിടെ മാറ്റി നിർത്തിയിട്ട് ടോപ്പ് മോഡൽ മാത്രം കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ZXi പ്ലസ്, ഞാൻ ഡുവൽ ടോൺ ഒന്നും കൂട്ടുന്നില്ല, അല്ലാണ്ട് ജസ്റ്റ് പ്ലസ് മോഡലും നിയോസിൻ്റെ പ്രൈസിങ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ കറക്റ്റ് 1 lakh റുപ്പീസിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് പ്രൈസിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റുന്നത്. അതായത് ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോഴേക്കും ഒന്നിനും കുറച്ചും കൂടെ മുകളിൽ പോകാനാണ് ചാൻസ് ഉള്ളത്. അത്രയും ഡിഫറൻസ് വരുന്ന സമയത്ത് നമുക്കിപ്പം സംഭവം ശരിയാണ്, സ്വിഫ്റ്റ് പുതിയ ജനറേഷൻ ആയതുകൊണ്ട് നിയോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ അകത്ത് കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും നിയർലി നമുക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് കിട്ടുന്നത്. പിന്നെ 2 വണ്ടികളുടെയും സ്പേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ അത്രയും പ്രൈസ് സ്പെൻഡ് ചെയ്യാനില്ല എങ്കിൽ കഷ്ടപ്പെട്ട എമൗണ്ട് ഏകദേശം 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് സ്വിഫ്റ്റ് എടുക്കണമെന്നില്ല, നിയോസ് എടുത്താലും അത്യാവശ്യം ഹാപ്പി ആയിട്ടിരിക്കാം എന്നുള്ളതാണ് സംഭവം. ഗൈസ്, അപ്പോൾ ഇതാണ് സ്വിഫ്റ്റിൻ്റെ അതുപോലെ i10 നിയോസിൻ്റെ ഒരു കമ്പാരിസൺ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.